പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഡിസംബർ മാസം 3-ാം തീയതി ചൊവ്വാഴ്ച, നോമ്പിൻ്റെ 3-ാം ദിവസം. കർത്താവെ, ഈ പുതിയ പ്രഭാതം കാണാൻ ഞങ്ങളുടെ കണ്ണുകൾക്ക് അങ്ങ് ഭാഗ്യം നൽകിയതിനോർത്ത് നന്ദി പറയുന്നു. അങ്ങ് ദാനമായി നൽകിയിരിക്കുന്ന ഈ ദിവസം പൂർണ്ണമായും അവിടുത്തേതായി ജീവിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ഇന്ന് ഞങ്ങൾ പോകുന്ന സ്ഥലങ്ങളെ, യാത്ര ചെയ്യുന്ന വാഹനങ്ങളെ, കണ്ടുമുട്ടാൻ പോകുന്ന വ്യക്തികളെ, പറയുന്ന വാക്കുകളെ, ഈശോയെ എല്ലാം അവിടുത്തെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയാണ്. തിരുരക്തം കൊണ്ട് ഇന്ന് ഞങ്ങൾ ഓരോരുത്തരെയും പൊതിഞ്ഞ് സംരക്ഷിക്കണമേ. ഈ വചന ശുശ്രൂഷയിലും ആരാധനയിലും പങ്കുചേരുന്ന ഓരോ മക്കളുടെ മേലും അവിടുത്തെ വലിയ കരുണ ഇന്ന് വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലൂക്കാ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 18-ാം വചനം പറയുന്നു, സക്കറിയ ദൂതനോട് ചോദിച്ചു, ഞാനിതെങ്ങനെ അറിയും? ഞാൻ വൃദ്ധനാണ്, എൻ്റെ ഭാര്യ പ്രായം കവിഞ്ഞവളുമാണ്. ഗബ്രിയേൽ മാലാഖ അവനെ ശാസിക്കുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത്. സക്കറിയ ഒരു പുരോഹിതനാണ്, ദൈവവചനങ്ങളും ചരിത്രങ്ങളും അറിയുന്നൊരു വ്യക്തി. അബ്രാഹത്തിന് 100 വയസ്സുള്ളപ്പോൾ ഇസഹാക്ക് ജനിച്ചത് പരിപൂർണമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ് ദൈവവചനത്തോട് സംശയം പ്രകടിപ്പിച്ചത്. പ്രിയമുള്ളവരെ, ഒരിക്കലും നടന്നിട്ടില്ലാത്തൊരു കാര്യമല്ല സക്കറിയായോട് കർത്താവ് പറഞ്ഞത്. എന്നിട്ടും അവൻ ദൈവവചനത്തെ സംശയത്തോടെ വീക്ഷിച്ചു. ദൈവവചനങ്ങളെക്കുറിച്ച് അറിവ് നേടിയെടുക്കേണ്ടത് നമ്മുടെ കടമയാണ്. ആ അറിവ് നമ്മുടെ ജീവിതത്തിൽ ഓരോ സാഹചര്യത്തിലും പ്രാവർത്തികമാക്കാൻ നമുക്ക് കൃപ കിട്ടണം. സംശയിക്കാതെ വചനങ്ങൾക്കനുസൃതമായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. വചനം പ്രാവർത്തികമാക്കുന്നതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ നമുക്കൊരിക്കലും സാധിക്കില്ല. ഇന്ന് സ്നേഹത്തിൻ്റെ പ്രമാണം പ്രാവർത്തികമാക്കി ചെറിയ ചെറിയ പരോപകാര പ്രവർത്തികൾ ചെയ്ത് ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. സക്കറിയായെ പോലെ ദൈവസന്നിധിയിൽ നമുക്ക് വചനത്തെ സംശയിക്കാതിരിക്കാം. പരിപൂർണമായും വചനത്തിൽ ആശ്രയം വയ്ക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.